ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചൺ പെട്ടെന്ന് തന്നെ എത്ര അഴുക്ക് പിടിച്ചേയും എത്ര ചെറിയ കിച്ചണും നമുക്ക് നല്ല നീറ്റായിട്ടും വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുക്കളയുടെ കോലമാണ് ദാ ഈ കാണുന്നത്. കാരണം 10-15 ദിവസം വരെ പനിയൊക്കെ പിടിച്ച് നല്ലതുപോലെ സുഖമില്ലാതൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സിയും അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ പറ്റാതായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഈ സുഖമില്ലാതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് വീടും പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റാറില്ല. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പാചകം ചെയ്യുന്ന ഈ ഒരു അടുക്കളയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഴുക്ക് പറ്റുന്നതും ഈ ഒരു അടുക്കളയിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ച് ഈ ടേൽസിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിച്ച് അഴുക്കൊക്കെ ഇളകാത്ത രീതിയിലിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പുതുപുത്തനാക്കാൻ നമുക്കിത് നോക്കിയാലോ. ആദ്യം നമുക്ക് മിക്സി തന്നെ വൃത്തിയാക്കാം കേട്ടോ. മിക്സി ഇതായപ്പോൾ 1.5 ആഴ്ച വരെ ആയിട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിറയെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ബ്രഷും കുറച്ച് ലിക്വിഡും മാത്രം മതി കേട്ടോ. നമ്മളധികം മിക്സിയൊക്കെ വൃത്തിയാക്കുമ്പോൾ വെള്ളമൊന്നും കോരി ഒഴിച്ച് വൃത്തിയാക്കാൻ പറ്റില്ല, എന്നാൽ എർത്തൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷിൽ കുറച്ച് ലിക്വിഡ് തേച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ അഴുക്കെല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളധികം വെള്ളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ തുണിയൊക്കെ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചെറിയൊരു ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്വിച്ചൊക്കെ ഇടുമ്പോൾ തന്നെ എർത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം നമ്മളൊരു നനഞ്ഞ ഒരു തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മിക്സിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇല്ലാതാവും കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്നത് നമ്മൾ ഈ ടൈൽസാണ്. നമ്മൾ ഈ പൈപ്പിൻ്റെ ടാപ്പൊക്കെ ഇരിക്കുന്ന ആ ടൈൽസൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അഴുക്കൊക്കെ തെറിച്ച് പെട്ടെന്ന് തന്നെ ആ ടാപ്പൊക്കെ നല്ലതുപോലെ കറുക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് എല്ലായിടം ഒന്ന് തേച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ തന്നെ നല്ലതുപോലെ വെളുത്ത് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കിച്ചൺ എപ്പോഴും എന്നും നമ്മൾ വൃത്തിയാക്കുന്നത് നല്ലത്. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് സുഖമില്ലാതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ നമ്മൾ വിറക് കത്തിക്കുന്ന അടുപ്പിൻ്റെ പുറമാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് വീഴുന്ന ആ ഒരു ചാമ്പലും അതെല്ലാം നമുക്ക് തൂത്ത് കളയാൻ പറ്റും. തുണികളിലുണ്ട് തേക്കാതെ നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തുണികളിലൊന്നും അഴുക്ക് പറ്റാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ കുറച്ച് ലിക്വിഡൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ടൈൽസും അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് നമ്മൾ തേച്ച് കഴുകുകയാണെങ്കിൽ തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കിച്ചണെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്തോന്ന് വൃത്തിയാക്കിയാലും നമ്മൾ അധികമായിട്ട് വെള്ളം കോരി ഒഴിച്ച് വൃത്തിയാക്കാതെ ഇതുപോലെ കുറച്ചൊന്ന് തേച്ചിട്ട് തുണിയിൽ വെള്ളം മുക്കി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളൊക്കെ നമ്മൾക്ക് അടുപ്പും അതുപോലെ തന്നെ എന്ത് കാര്യമായാലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു അടുപ്പാണെങ്കിൽ നമുക്കൊരു 7-8 വർഷമായ അടുപ്പാണ് കേട്ടോ. അത് ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 2 വർഷമൊക്കെ കഴിഞ്ഞാൽ അത് മാറ്റുന്നതാണ് നമുക്ക് നല്ലത്. എങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കട്ടെ. നമ്മുടെ അടുപ്പൊക്കെ എത്ര വർഷം വേണമെങ്കിലും നമുക്കത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏത് വീടായാലും നമുക്കിതുപോലത്തെ ഒരു അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാക്കുക. കറണ്ടൊക്കെ ഇല്ലാത്തപ്പോൾ തന്നെ നമുക്ക് ഇത്തിരി അരയ്ക്കണമെന്നൊക്കെ വിചാരിച്ച് ഒരു അമ്മി നമ്മൾ ഏത് വീട്ടിലായാലും ഒരു അമ്മി നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പെട്ടെന്നൊന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാനൊക്കെ അമ്മി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ആ പാചകങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് അടുപ്പൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് കേട്ടോ. ഇതിവിടെ എല്ലാം ടൈൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് അടുക്കളയാണെങ്കിലും നമ്മൾ എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ അതൊരു പ്രത്യേക എനർജിയാണ് നമുക്ക് കിട്ടുന്നത് രാവിലെയൊക്കെ അടുക്കളയിൽ കയറുമ്പോൾ. പിന്നെ എൻ്റെ ഗ്യാസ് അടുപ്പും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതും ഏതാണ്ട് ഇത്തിരി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ നോബൊക്കെ ഇല്ലാതായി. അതൊക്കെ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ലിക്വിഡൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒഴിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ചിട്ടതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നിലും വെള്ളം കോരി ഒഴിച്ച് അങ്ങനെ കഴുകിയെടുക്കാറില്ല.
അപ്പോൾ ഇതുപോലെ ഒരു തുണിയിൽ മുക്കിയാണ് ഞാൻ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ആ ഒരു ടൈൽസിൻ്റെ പുറത്തൊക്കെ നല്ലതുപോലെ കറയൊക്കെ പറ്റിയിരിപ്പുണ്ട്. പിന്നെ ആ ഒരു സ്വിച്ച് ബോർഡിൽ, അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ കയ്യിൽ അഴുക്കൊക്കെ പറ്റി പിടിച്ച് പെട്ടെന്ന് ഇല്ലാതാവാറുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് തേച്ച്, അധികം നമ്മൾ ബോറടിപ്പിക്കാതെ തന്നെ വീഡിയോ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതെല്ലാം ഒന്ന് തേച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല നീറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഇത് എന്നും നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആകുമ്പോൾ നമുക്കത് കാണാനും, നമുക്ക് ഒരു അടുക്കളയിലൊക്കെ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് വൃത്തിയായി കിടക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊരു കുഞ്ഞ് അടുക്കളയാണെങ്കിലും എപ്പോഴും നീറ്റായി സൂക്ഷിച്ചുകൊണ്ടിരുന്ന അടുക്കളയാണ് കേട്ടോ. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. പക്ഷേ എനിക്ക് സുഖമില്ലാതായപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് വേവിച്ച ആഹാരമൊക്കെ വച്ച ശേഷം ഒന്ന് ചെന്ന് വിശ്രമിക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയായി എപ്പോഴും സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പാടില്ല. അന്നെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്നന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ജോലി ഭാരവും ഇല്ല. നമുക്ക് എപ്പോഴും നല്ല കിച്ചണൊക്കെ വൃത്തിയോടെ തന്നെ ഇരിക്കും. നമുക്ക് എത്ര ചെറിയ കിച്ചൺ ആവട്ടെ, എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് കിച്ചണൊക്കെ നല്ല ഭംഗിക്ക് കിടക്കും. പിന്നെ ഈ യൂട്യൂബ് തുടങ്ങിയ ശേഷം എന്ത് കണ്ടാലും അതൊക്കെ വാങ്ങിച്ച് കൂട്ടുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇടികല്ല് ഇതുപോലെ കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പല്ലി പാറ്റയൊക്കെ വന്ന് മണപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.